ജോസ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തോന്നുന്നത് കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കണം, കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് IIT-കളെയും NIT-കളെയും അതുപോലെ തന്നെ GFT-കളെയൊക്കെ അവർ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. സാർ, എങ്ങനെയാണ് IIT-കളെ സാർ പ്ലേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമ്മൾ IIT-കളെയൊക്കെ പ്ലേസ് ചെയ്യാൻ നമുക്ക് നിലവിലുള്ള ഒരു റാങ്കിങ് പാറ്റേൺ നമ്മുടെ NIRF ആണ്. ഓക്കെ. NIRF-ൽ ആദ്യത്തെ ഒരു ടയർ 1 IITs-ൻ്റെ കാര്യത്തിൽ അത് ഓക്കെയാണ്, നമുക്ക് അങ്ങനെയൊക്കെ തന്നെ പറയാം. ഓക്കെ. പക്ഷേ അത് ടയർ 2-ലേക്കും പിന്നീട് ടയർ 3-ലേക്കും ഒക്കെ മാറുമ്പോൾ അതിന് കുറച്ച് NIRF തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ടയർ 3 ബേബി IITs-ലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് താഴേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് IIT-കൾ അത്രയും താഴേക്ക് നമുക്ക് ആക്കാനാവില്ല. കാരണം ഈ വർഷം ജോയിൻ ചെയ്യുന്നൊരു കുട്ടി 4 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ IIT അതിനനുസരിച്ച് ഒരു ഗ്രോത്ത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും അക്കാഡമിക്സിലും ഒക്കെ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതോടെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളൊരു റാങ്കിങ് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ IIT-കളെ ഒന്ന് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ടയർ 1-ൽ ഏറ്റവും ടോപ്പ് കാറ്റഗറി വരുന്നത് നമ്മുടെ ഒന്ന് ബോംബെ IIT ആണ്. NIRF-ൽ അതല്ല ഒന്നാമത്, എങ്കിലും ബോംബെ IIT ആണ്. അഡ്മിഷൻ വൈസ് നോക്കുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി IIT ബോംബെ. എക്സ്പോഷർ വൈസ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോംബെ IIT ആണ് ഒന്ന്. 2 ഡൽഹിയാണ്. 3 മദ്രാസ്, തൊട്ടടുത്ത് തന്നെ കാൺപൂരുണ്ട് 4-മതായിട്ട്. പിന്നെ ഖരഗ്പൂർ പറയാം 5. 6-മതായിട്ട് റൂർക്കി പറയാം. 7-മത് ഗുവാഹട്ടി. 8-മത് ഹൈദരാബാദ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ 1 IITs എന്ന് ഡിമാൻഡിങ് എന്ന കാറ്റഗറി. ഡിമാൻഡിങ് എന്ന് പറയാം. ഇനി ടയർ 2-ലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് BHUവും ഇൻഡോറും അത് ഏകദേശം ഒരുപോലെ തന്നെയുള്ളതാണ്. BHU 1, ഇൻഡോർ വരുന്നുണ്ട്. ഭുവനേശ്വർ അതിനോട് ചേർത്ത് തന്നെ നമുക്ക് പറയാം. പിന്നെ റോപ്പാറുണ്ട്, പിന്നെ ധൻബാദ് ISM ധൻബാദ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പാറ്റ്ന പറയാം. ഗാന്ധിനഗറുണ്ട്. ഗാന്ധിനഗറിന് ശേഷം പാറ്റ്ന പറയാൻ പറ്റും. ജോധ്പൂർ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ടയർ 2 എന്നൊരു കാറ്റഗറി നമുക്ക് പെടുത്താം. ഇനി ടയർ 3-ലേക്ക് വരുമ്പോഴാണ് ബേബി IITs എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയ IITs നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് നമ്മുടെ തിരുപ്പതി വരുന്നുണ്ട്, പാലക്കാടുണ്ട്, ഗോവയുണ്ട്, പിന്നെ ബിലായി വരും, ധർവാദുണ്ട്, ജമ്മു. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഏകദേശം ഇങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. സാർ, ഇനി ഒരു NIT-കളിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? NIT-കൾ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ്. അതിൻ്റെ NIRF-ഉം മറ്റ് ചില ഫാക്ടേഴ്സും. NIRF തന്നെ എടുക്കത്തില്ല. ഇപ്പോൾ നമ്മൾ NIRF തന്നെ എടുത്തായിരുന്നെങ്കിൽ നമ്മുടെ ഭുവനേശ്വർ NIRF-ൽ ഒരുപാട് താഴെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ എടുക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ NITs എടുക്കുമ്പം കുരുക്ഷേത്ര NIRF-ൽ ഒരുപാട് താഴെയാണ്. പക്ഷെ വളരെ നല്ലൊരു NIT ആണ്. ഒരുപാട് ബ്രാഞ്ചസും കോഴ്സസൊക്കെ ഉള്ളൊരു NIT ആണ് കുരുക്ഷേത്ര. അപ്പോൾ നമ്മളങ്ങനെ പരിഗണിക്കുമ്പോൾ ട്രിച്ചി നമ്പർ 1 പൊസിഷൻ ട്രിച്ചി ഉണ്ട്. സുറത്കൽ കർണാടക, പിന്നെ വാറങ്കൽ തെലുങ്കാന വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കാലിക്കട്ട് പറയാം നമുക്ക്. 4-മത്തെ ഒരു പൊസിഷൻ റാങ്കിങ്ങിൽ, ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ റൂർക്കേലയാണ് ആദ്യം വരുന്നത്. നമുക്ക് കാലിക്കറ്റിനോടൊരു താല്പര്യം, സ്റ്റേറ്റ് കോട്ടയുള്ളതിന് കുറച്ചുകൂടെ കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും. അതെ. അപ്പം കാലിക്കറ്റ്, റൂർക്കേല. പിന്നെ നമുക്ക് ജയ്പൂരുണ്ട്, അലഹബാദുണ്ട്, നാഗ്പൂരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടയർ 1. വേണമെങ്കിൽ കൂടെ ദുർഗാപൂറുടെ ലാസ്റ്റായിട്ട് ദുർഗാപൂറുടെ ചേർക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ടയർ 1 ടയർ 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ഡിവിഷനുണ്ട്. ആദ്യത്തെ 3 എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട NITs ആണ്. നമ്മുടെ കാലിക്കറ്റിന് മുകളിലുള്ള 3 ഏറ്റവും ഡിമാൻഡിങ് എന്ന് പറയാം. ട്രിച്ചിയും സുറത്കല്ലും വാറങ്കലും. ഒരുപക്ഷെ പല IIT-കളെ നമുക്ക് പറയാവുന്ന. അപ്പോൾ ഇത്രയാണ്. ഇനിയുള്ളത് അടുത്ത ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ടയർ 2. ഒരു 3ആയിട്ട് തിരിച്ചാൽ ടയർ 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് വരാവുന്നത് ഭോപ്പാലുണ്ട്, അതുപോലെ സൂററ്റുണ്ട്, പിന്നെ ജലന്ധർ ഉണ്ടാവും, ജംഷഡ്പൂർ ഉണ്ടാവും, ഡൽഹി NIT അതിനകത്ത് നമുക്ക് പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ പൊതുവെ മേഘാലയ വലിയ കുഴപ്പമില്ലാത്തൊരു NIT ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു 2-മത്തെ. പിന്നെ ജംഷഡ്പൂർ അതിനകത്ത് ആ ഒരു ലിസ്റ്റ് നമുക്ക് പെടുത്താവുന്നതാണ്. ഈ ഇത്രയും ഒക്കെയാണ് നമുക്കൊരു. പിന്നെ ഹമീർപൂർ അതിൻ്റെ ഒരു താഴെ ഏറ്റവും ആ ഒരു കാറ്റഗറിയിൽ ഇത്രയൊക്കെ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മിക്കവാറും നോർത്ത് ഈസ്റ്റും ആ കൂടെ
NIT ആന്ധ്രാപ്രദേശ്, NIT പോണ്ടിച്ചേരി, NIT ബാക്കി ഇവിടെ നോർത്ത് ഈസ്റ്റാണ്. ഓക്കെ. അപ്പം അതൊക്കെയാണ് ഒരു ടയർ 3 എന്നുള്ള ഒരു കാറ്റഗറി. NIT ഗോവയിലേക്ക് വരുമ്പോൾ ഗോവ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും? NIT ഗോവ നമുക്ക് വേണമെങ്കിൽ 2വിൻ്റെ ഒരു അവസാന ഭാഗത്ത് 2വിൽ തന്നെ ലാസ്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. NIT പോണ്ടിച്ചേരിയേക്കാളും എന്തുകൊണ്ട് പോണ്ടിച്ചേരിക്കാരും ബെറ്ററാണ്. സാർ, ഇപ്പം NITകൾക്കുള്ള ഒരു പ്രാധാന്യം തന്നെ വിദ്യാർത്ഥികൾ ട്രിപ്പിൾ കൊടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പിൾ അതോടൊപ്പം GFTയും കൂടെ ക്ലബ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും ഏറ്റവും മികച്ചതെന്നുള്ള രീതിയിൽ? ട്രിപ്പിൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു കോളേജ് എക്സ്പോഷർ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായും NIT അതിലൊരു കോർ ബ്രാഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു ഏരിയയിലുള്ളൂ. അവിടെ ഒരു CS, IT, അങ്ങേറ്റ ECE ഇത്രയും ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ CS-ൻ്റെ മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരു കോളേജ് കൾച്ചറൊന്നും അവിടെ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ പ്ലേസ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ പാക്കേജിൻ്റെ കാര്യത്തിൽ ആവറേജ് പല NITകളെക്കാളും മുകളിൽ ട്രിപ്പിൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതി ഒന്ന് പരിഗണിക്കും. ഇപ്പോൾ ഹയർ സ്റ്റഡീസൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സെക്ടറിലേക്കൊക്കെയാണ് പോകാൻ താല്പര്യമെങ്കിൽ ഒരു NIT എക്സ്പോഷർ ആയിരിക്കും കൂടുതലും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ സാറ് പറഞ്ഞ ട്രിപ്പിൾ GFT എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ITസിൽ നമ്പർ 1 നമുക്ക് ട്രിപ്പിൾ പലതരമുണ്ട്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് 2 നമ്മുടെ ഹൈദരാബാദും ഉണ്ട്, ബാംഗ്ലൂരും ഉണ്ട്. അത് ബാംഗ്ലൂരിലെ ഹൈദരാബാദിലെ അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞാണ് JMAയും വെച്ച്. ബാംഗ്ലൂരിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, അതും JMAയും വെച്ചാണ്. നല്ലൊരു ട്രിപ്പിൾ ആണ്. പിന്നെ ജോയിൻ്റ് അഡ്മിഷൻ കമ്മിറ്റി വഴി നമ്മുടെ ഡൽഹി ട്രിപ്പിൾ IT ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 2 വരെ അത് അപ്ലൈ ചെയ്യാം. ഇത് ബാംഗ്ലൂർ ജൂൺ 6 വരെയാണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെയുള്ള 2 ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, പക്ഷേ അത് GFTയിലാണ് വരുന്നത്, ഗവൺമെൻറ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നയ റായ്പൂർ, അതും അതുപോലെ ഭുവനേശ്വറും. ഇത് 2 GFT വരും. അതിനകത്ത് നയ റായ്പൂർ വളരെ നല്ല ബെറ്ററാണ്. ഭുവനേശ്വറും തരക്കേടില്ലാത്ത ഒരു ട്രിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ITസിൽ 1ാം സ്ഥാനം നമ്മൾ അലഹബാദിനാണ് എപ്പോഴും. ഒരു പക്ഷേ ഏറ്റവും ആദ്യം തുടങ്ങിയതുമാണ്. നമുക്ക് പ്ലേസ്മെൻറ്റ് വൈസും ITയും CS ആണ് അവിടെ ഉള്ളത്. അലഹബാദ് തന്നെ 1ാമത് കൊടുക്കാം. അലഹബാദ്, പിന്നെ ഗ്വാളിയർ, അടൽ ബിഹാരി വാജ്പേയി, അത് നല്ലൊരു ട്രിപ്പിൾ ആണ്. അവിടെ പല പ്രോഗ്രാംസ് ഉണ്ട്, മാനേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഗ്വാളിയർ കൊടുക്കാം. പിന്നെ ലക്നൗ നല്ലൊരു ട്രിപ്പിൾ ആണ്. ഗുവാഹട്ടി ഒരു ട്രിപ്പിൾ നമുക്ക് പറയാം. വഡോദര നല്ലതാണ്. കോട്ടയുണ്ട്, രാജസ്ഥാൻ കോട്ട, ഭോപ്പാൽ, സൂററ്റ്. അപ്പം ഇങ്ങനെ കുറേ ട്രിപ്പിൾ ITs നമുക്ക് ആദ്യത്തെ ഒരു ടയർ 1 എന്നുള്ളൊരു കാറ്റഗറി ഡിമാൻഡിങ് ആയിട്ടുള്ള ട്രിപ്പിൾ. അതിനകത്ത് വേണമെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മുടെ ശ്രീ സിറ്റിയും ട്രിച്ചിയും കൊടുക്കാം. ശ്രീ സിറ്റി എന്ന് പറയുമ്പോൾ ചിറ്റൂരാണ്. നല്ല ഹൈ ഇൻഫ്രാസ്ട്രക്ചറാണ് ചിറ്റൂർ ട്രിപ്പിൾ IT, ആന്ധ്രാപ്രദേശ് ചിറ്റൂർ. അപ്പോൾ ഇത് ടയർ 1 ട്രിപ്പിൾ ITs വരും. ഇനി ടയർ 2വിലേക്ക് വരുമ്പോൾ ആണ് അതിനകത്ത് നമ്മുടെ കോട്ടയവും ടയർ 2വിൽ നമുക്ക് ഉൾപ്പെടുത്താം. ടയർ 3യിൽ കുറച്ച് നോർത്ത് ഈസ്റ്റാണ്. ടയർ 3യിൽ കുറച്ചെണ്ണേ ഉള്ളൂ, ആകെ 26 ഉള്ളത്. 26 ട്രിപ്പിൾ ITസാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാവുന്ന കല്യാൺ പറയാം, ഉണ പറയാം, പിന്നെ റൈച്ചൂർ പറയാം, അങ്ങനെ കർണൂൽ പറയാം, അങ്ങനെ കുറേ എണ്ണം കോട്ടയം ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും. പിന്നെയുള്ള GFTകളിൽ നമുക്ക് ഈ ഒരു മിക്സിങ്ങിൻ്റെ കൂടെ, അതായത് NIT ട്രിപ്പിൾ ITകളുടെ കൂടെ പരിഗണിക്കാവുന്ന ഒരുപാട് GFTകളില്ല. ഒന്ന് നമുക്ക് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്, മെസ്ര നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. രണ്ടാമതുള്ളത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, PEC, പഴയൊരു പാരമ്പര്യമുള്ള കോളേജ്. പിന്നെ നമുക്ക് പറയാവുന്ന IIEST ശിവപൂർ, അത് തിരക്കേടില്ല. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2 ട്രിപ്പിൾ IT ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ, ഒന്ന് നയ റായ്പൂറും മറ്റൊന്ന് ഭുവനേശ്വറും. പിന്നെ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഇത്രയാണ് നമുക്ക് ഈ NITകളും ട്രിപ്പിൾ ITകളുമായിട്ട് ചേർത്തുകൊണ്ട് പോകാവുന്ന. ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള, ഇപ്പോൾ ഫുഡ് ടെക്നോളജിയുടെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഒന്ന് തഞ്ചാവൂരുണ്ട്, ഒന്ന് സോനപ്പെട്ടിലുണ്ട്, പിന്നെ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രാധാന്യം, അതെ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ജനറലായിട്ട് ഇതൊക്കെയാണ് പറയാവുന്നത്.
സാർ ഇപ്പം ഈ പറഞ്ഞ IIITകളും GFTകളും നോക്കുവാണെങ്കിൽ ഇതിലെല്ലാം ജോസ് അലോട്ട്മെന്റ് വഴിയാണോ അതോ മറ്റേതെങ്കിലും അലോട്ട്മെന്റും ഇതിനകത്ത് പോസിബിൾ ആണോ? നമ്മൾ ഈ പറഞ്ഞതെല്ലാം ജോസ് അലോട്ട്മെൻറ്റിൽ തന്നെ വരുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയും JNU എല്ലാം ഉൾപ്പെടെ? ഡൽഹി യൂണിവേഴ്സിറ്റി ഇല്ല, നമ്മളിപ്പോൾ പറഞ്ഞ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേറെയാണ്. ഓക്കെ. നമുക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും JNUവിലെ ബിടെക് പ്രോഗ്രാംസ്. സാർ ഇപ്പം ഈ ഒരു പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ആദ്യം കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഫീസാണ്. സാർ എങ്ങനെയാണ് ഈ IIT, NIT, IIIT ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ ഒരു ഏകദേശം ഒരു നമ്പർ പറയുവാണെങ്കിൽ? നമ്മൾ IITകളിലെ ഫീസ് സ്ട്രക്ചർ നമ്മൾ പെർ ഇയർ ആണ് പറയുന്നതെങ്കിൽ 2.5 lakhs റേഞ്ച് വരും ഒരു വർഷം. അതിനകത്ത് 5 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് നമുക്ക് അതിൻ്റെ 1/3 സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 1 lakh താഴെ ആണ് വാർഷിക വരുമാനമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ സാധിക്കും. NITയിലേക്ക് വരുമ്പോൾ ഒരു 1.3 lakhs, 1.4 അല്ലെങ്കിൽ 1.30 എന്നൊക്കെ പറയാം. അപ്പം അത്രയാണ് പെർ ഇയർ വരുന്നത്. പക്ഷേ IIIT കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ്. IITയേക്കാളും അല്പം കൂടി കൂടുതലാണ്. ഒരു IIITകൾ തമ്മിൽ ഫീസിൻ്റെ കാര്യത്തിൽ IIITകൾ ചിലത് MHRD ഫണ്ടിങ് ഉള്ളതാണ്. നമ്മൾ ഈ കർണൂലേത്, അതുപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയി ഗ്വാളിയർ, അതൊക്കെ. അപ്പോൾ MHRD ഫണ്ടിങ് ഉള്ള IIITസിന് ഫീസ് കുറവുണ്ട്. അതേസമയം PPP, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വരുന്നതുണ്ടല്ലോ, നമ്മുടെ കോട്ടയത്തേക്ക് ആ ഒരു കാറ്റഗറി വരും. അപ്പോൾ അവിടെയൊക്കെ കമ്പാരിറ്റീവ്ലി ഉയർന്ന ഒരു ഫീസ് സ്ട്രക്ചറാണ് ഉള്ളത്. അപ്പോൾ ഒരു 3.5-3.25 ആ ഒരു റേഞ്ചിലേക്ക് ഒരു വർഷം ഫീസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫീസ് സ്ട്രക്ചർ പറയാവുന്നത്. സാർ ഇപ്പം ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തോന്നുന്നത് ഇപ്പം IITകൾ ചൂസ് ചെയ്യണം, NITകൾ ചൂസ് ചെയ്യണം. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് റാങ്കുകളൊക്കെ ഏകദേശം ഈക്വൽ ആകാനുള്ള സാധ്യതകളായിരിക്കും ഉള്ളത്. ഒരുപക്ഷെ 8,000 ആയിരിക്കാം രണ്ടിനും, അല്ലെങ്കിൽ 10,000 ആയിരിക്കാം രണ്ടിനും. അപ്പം ഏത് തിരഞ്ഞെടുക്കണം? ഒരു ഏറ്റവും മികച്ച NIT തിരഞ്ഞെടുക്കുന്നതാണോ നല്ലത്, അതോ കുറച്ചുകൂടെ കുറഞ്ഞ ഒരു IIT തിരഞ്ഞെടുക്കുന്നതാണോ? ഏതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ? നമ്മൾ അത് സെറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും IIT, NITയും JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്തൊരു അത്യാവശ്യം നല്ല റാങ്കുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ആ Tier 1 IITs ആദ്യം തന്നെ പ്ലേസ് ചെയ്ത്, നമ്മൾ Tier 1 സൂചിപ്പിച്ചായിരുന്നു. ദെൻ Tier 2 അതും ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു 15, 16 അല്ലെങ്കിൽ 17, ജോധ്പൂർ വരെയൊക്കെ ആകാം. അപ്പോൾ അവർ അത്രയും IITs ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 3 NITs, NIT ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ. അതിനകത്ത് വാറങ്കൽ പ്ലേസ്മെന്റ് വൈസ് അല്പം കൂടി ബെറ്റർ ആയതുകൊണ്ട് വേണമെങ്കിൽ 2ാമത് വാറങ്കൽ കൊടുക്കാം. അത് എങ്ങനെയാണെങ്കിൽ സൗകര്യം പോലെ അത് ചെയ്താൽ അതിനകത്ത് വലിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ IITs നമ്മൾ വീണ്ടും ഈ Tier 3-യെ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തായിരുന്നു. Tier 3 അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തിരുപ്പതിയും പാലക്കാടും കൂടെ വേണമെങ്കിൽ ബിലായിയും 3 കൂടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ ബിലായിയേക്കാൾ അല്പം കൂടി ബെറ്റർ നമ്മളെ സംബന്ധിച്ച് ഗോവയായിരിക്കും. പ്രത്യേകിച്ച് സൗത്തിലേക്ക് ആകുന്നതുകൊണ്ട് ഗോവയായിരിക്കും. അപ്പോൾ അത് 3 പ്ലേസ് ചെയ്യാം. പിന്നെ നമ്മുടെ കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള കാലിക്കറ്റ്, റൂർക്കേല, അലഹബാദ്, ജയ്പൂർ. വേണമെങ്കിൽ അവിടെ ഒരു IIIT അലഹബാദ് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു അങ്ങനെ CS അല്ലെങ്കിൽ IT നോക്കി പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേണമെങ്കിൽ അവിടെ കൊടുക്കാം. കാരണം ആ റേഞ്ചിലാണ് സാധാരണ IIIT അലഹബാദിൻ്റെ ഒരു പൊസിഷൻ കാണുന്നത്. അപ്പോൾ അതിനുശേഷം അലഹബാദിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും NITs വരികയാണ്. ഉടൻ തന്നെ ബാക്കി IIT ലാസ്റ്റ് 3 IITs ഉണ്ട്. നമ്മുടെ ബിലായി ഉണ്ട്, പിന്നെ ധാർവാദൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് പ്രൈം മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്നാണ് ഇതിൻ്റെ ഇനാഗറേഷനൊക്കെ നടത്തിയത്. അപ്പം വലിയ കാര്യമായ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജമ്മു ആണ്, അത് വലിയൊരു താല്പര്യം ഒരു പക്ഷേ കുട്ടികളെ ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണിക്കാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ റാങ്കിങ് നോക്കിയാൽ അത് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് വരുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ഗ്രൂപ്പ് NITസിലേക്ക് വരും. അപ്പോൾ അവിടെ നമുക്ക് നാഗ്പൂർ എടുക്കാം, നമ്മുടെ ദുർഗാപൂർ ഉണ്ടാവും, ഭോപ്പാൽ വരും, സൂററ്റ്, ജലന്ധർ. അപ്പോൾ 2ാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് വരും. അപ്പോൾ ഈ ഇതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് IIIT ഗ്വാളിയർ വേണേൽ കൊടുക്കാം, IIIT ലക്നൗ വേണേൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ അത് കഴിയുമ്പം തന്നെ നമുക്ക് പിന്നെ 2 GFTകളുണ്ട്. നമ്മുടെ ബിറ്റ് മെസ്ര നല്ല കമ്പാരിറ്റീവ്ലി നല്ലൊരു ഒന്നാണ്. വേണമെങ്കിൽ PEC പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ വേണേൽ പ്ലേസ് ചെയ്യാം. അതും അത്യാവശ്യം നല്ലൊരു പഴയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഡിമാൻഡിങ് ആണ്. അപ്പോൾ അതവിടെ പ്ലേസ് ചെയ്യാവുന്നേ ഉള്ളൂ.
വീണ്ടും NIT-കൾ അടുത്ത ഒരു ഗ്രൂപ്പ് അവിടെ വരാനുണ്ട്. ഡൽഹിയുണ്ട്. ഡൽഹി നമുക്കറിയാം ഒരു മെട്രോ സിറ്റി ആയതുകൊണ്ട് ഡെവലപ്പ് ചെയ്യും. കാരണം ഒരു സിറ്റി, ഒരു മെട്രോ സിറ്റിയിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കണം. ഇപ്പം നമ്മളതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ എപ്പോഴും പറയുന്നത് ഹൈദരാബാദ് IIT-യുടെ കാര്യമാണ്. പുതിയ IIT ആണെങ്കിൽ നമ്മളതിനെ ടയർ 1-ൽ പെടുത്തി കഴിഞ്ഞു, 8ാമത്തെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഡൽഹി NIT വേണമെങ്കിൽ ഇപ്പം പറഞ്ഞതിൽ അല്പം മുകളിലേക്ക് പ്ലേസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അതൊരു സാധ്യതയാകാം. ഡൽഹി NIT ഡൽഹിക്കാരെ സംബന്ധിച്ച് അവർ കാര്യമായിട്ട് ഇത് പരിഗണിക്കില്ല. കാരണം അവർക്ക് DTUവും NSUT-യും IIIT ഡൽഹിയൊക്കെ ജോയിൻ്റ് അഡ്മിഷൻ കമ്മിറ്റി വഴി അവർക്ക് അഡ്മിഷൻ കിട്ടാനിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ താഴ്ന്ന റാങ്കുകാരായിരിക്കും ഇവിടെ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഡൽഹി NIT സംബന്ധിച്ച്. അപ്പോൾ ഡൽഹിയുണ്ട്, പിന്നെ ഹമീർപൂർ ഉണ്ട്, മേഘാലയ കാണും, അഗർത്തല കാണും. പിന്നെ അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകണ്ട, ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ കൊണ്ടൊക്കെ നമുക്ക് NITs നിർത്താം. പിന്നെ IIIT നമുക്ക് 2 വരാം. റായ്പൂർ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാം, ഭുവനേശ്വറിലെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരാം, അത് പ്ലേസ് ചെയ്യാം. പിന്നെ അതിനേക്ക് താഴേക്ക് വരികയാണെങ്കിൽ മാത്രം JNUO. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ച്, അതായത് ഇപ്പം കേരളത്തിലെ കീമിന് നല്ലൊരു റാങ്ക് കിട്ടിയ കുട്ടി ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ, ഈ ഒരു ലെവലിലേക്ക് ഒരു 50-60 ഓപ്ഷന് താഴേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും പതുക്കെ തിരിച്ചുകൂടെ ചിന്തിക്കാം. ഞാൻ അത്രയും ഇങ്ങനെയുള്ള ഒരു കോളേജിൽ പോയി അവിടെ പോയി ഇത് പഠിച്ച്, കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. എക്സ്പെൻസ് കൂടുതലാണ്, എക്സ്പെൻസ് തന്നെ പ്രശ്നങ്ങൾ. അതെ, അവിടെ എത്തിച്ചേരുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യാത്രാ ബുദ്ധിമുട്ടുണ്ട്, ഫുഡ് നമുക്കറിയാം. ഭക്ഷണം ശരിയായില്ലെങ്കിൽ പിന്നെ ഒന്നും ശരിയാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കാലാവസ്ഥ, പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റ് പല സാധ്യതകളും കൂടി നമുക്ക് ഇനി കിട്ടാവുന്ന, കാരണം കീം വരുന്നുണ്ട്, കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റ് ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എഴുതിയിരിക്കുന്നവരുണ്ടാവും, അതിൻ്റെ റാങ്കിങ്. ഇപ്പോൾ VIT മാത്രമാണ് നിലവിൽ അവരുടെ ഒരു പ്രൊസീജിയർ, അവരും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ലോവർ കാറ്റഗറീസൊക്കെ വരാനുണ്ട്. മറ്റ് പല ടെസ്റ്റുകൾ എഴുതിയിട്ടുള്ളവരുണ്ടാവും. അവർക്കതൊക്കെ വേണമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക അതിനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നൈസർ പോലെയുള്ളതൊക്കെ അതിൻ്റെയൊക്കെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് ഈ ഒരു സമയത്ത് അതായത് ഒരു 40,000-50,000 റാങ്കുകളിലേക്കൊക്കെ ഒരു 50,000 റാങ്കുള്ള കുട്ടിക്കും CS കിട്ടും NIT-ൽ. പക്ഷെ അത് മിസോറാം NIT-ലായിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസോറാം NIT-ൽ 50% സീറ്റ് ഹോം സ്റ്റേറ്റാണ്. ഹോം സ്റ്റേറ്റ്. ആ ഹോം സ്റ്റേറ്റ് കോട്ടായിൽ നമ്മൾ ജനറൽ ഈ അതർ സ്റ്റേറ്റ് കോട്ടായിൽ ചെല്ലുന്ന കുട്ടി 50,000 ഉള്ള കുട്ടികൾ ചെല്ലുന്നുണ്ട്. പക്ഷേ ഹോം സ്റ്റേറ്റ് കോട്ടായിൽ ചെല്ലുന്നവർ ചിലപ്പം 8 ലക്ഷം അല്ലെങ്കിൽ 9 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം റാങ്കുള്ള കുട്ടിയായിരിക്കും ഒരു പക്ഷേ അവരുടെ ഹോം സ്റ്റേറ്റ് കോട്ടായിൽ വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ അക്കാഡമിക്സിനെ നല്ലപോലെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഏറ്റവും കോമ്പറ്റീറ്റീവായ ഒരു അറ്റ്മോസ്ഫിയർ പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും അത് വേണമല്ലോ. നമ്മളൊരു എക്സ്പോഷർ കൂടെ പഠിക്കുന്നവരാണ് നമ്മളെ തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെയാകണം. കാരണം അതനുസരിച്ചായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റം വരുന്നതും നമുക്ക് കൂടെ ഒരു വിഷനൊക്കെ ഉണ്ടാകുന്നതും നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രോഗ്രാമുകൾക്കാണ് പോകേണ്ടത്. അത് ഒരു കോഴ്സ് ചെയ്യുന്ന കാര്യം, ഓൺലൈൻ പ്രോഗ്രാം ആണെങ്കിലും ഇനി അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ പോകുന്ന അല്ലെങ്കിൽ ഒരു ഇൻറ്റേണൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്താണ് എങ്ങനെയുള്ള അവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാർ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ഓർഡർ മനസ്സിലായി, അതും IIT-യും NIT-യും IIIT-യും GFT എല്ലാം മിക്സ് ചെയ്ത് മനസ്സിലായി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വിദ്യാർത്ഥികൾക്ക് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പം ഒന്നെങ്കിൽ NIT-യിൽ ഇഷ്ടമുള്ള ബ്രാഞ്ച് കിട്ടും, ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടും, EC കിട്ടും, പ്രത്യേകിച്ചും NIT കാലിക്കറ്റിൽ. അതേസമയം IIT-കളും ഉണ്ട്, പക്ഷേ IIT-കളിൽ അത്ര നല്ല IIT-കളല്ല. എന്നാൽ ഒരു ആവറേജ് IIT-യിൽ ഒരു ആവറേജ് കോഴ്സ് ഉണ്ട്. NIT ടാഗ് വേണോ അതോ IIT ടാഗ് വേണോ? ഏതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ? ടാഗ് എന്തുകൊണ്ട് നല്ലത് IIT ടാഗാണ്. പക്ഷെ നമ്മൾ അവരെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തപ്പം മനസ്സിലായി കാണും, നമ്മൾ എല്ലാ IIT-യെക്കാളും എല്ലാ NIT-യും നമുക്ക് IIT-ക്ക് താഴെ പ്ലേസ് ചെയ്യേണ്ടതല്ല. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രാഞ്ചുകൾ ഇപ്പം നോക്കിയാൽ ബ്രാഞ്ചുകളുടെ ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് CS. അതാണ് IIT, ടോപ്പ് IIT-യിലാണെങ്കിൽ CS. പിന്നെ AI ഇപ്പോൾ പല നമ്മൾ ആദ്യം ഹൈദരാബാദിലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം മദ്രാസ് പല IIT-കളിലേക്കും ഈ വർഷം വരും. മദ്രാസ് IIT പുതിയ 2 പ്രോഗ്രാം കൂടി ഈ വർഷം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ AI വരുന്നുണ്ട്. പിന്നെ ഡാറ്റാ സയൻസ് ഉണ്ടാവും, DS പ്രോഗ്രാം ഉണ്ടാവും.
പിന്നെ നല്ലൊരു ബ്രാഞ്ചാണ് MNC, അത് ഈ കാറ്റഗറി തന്നെ വിടാം. മാസ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. മാസ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പറയുമ്പോഴാണ് ഈ സമയത്തിന് IASയിൽ ബിടെക് പ്രോഗ്രാമുണ്ട്, മാസ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ഈ സമയത്ത് അത് അപ്ലൈ ചെയ്തോണം. അവരുടെ വിൻഡോ ഓപ്പൺ ആയിരിക്കും. നല്ല പ്രോഗ്രാമാണ് അവിടുത്തെ. അപ്പോൾ മാസ് ആൻഡ് കമ്പ്യൂട്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ CS റിലേറ്റഡ് ആയിട്ട് ഡിമാൻഡിങ് ആയിട്ട് വരുന്നത്. പിന്നെയുള്ള സർക്യൂട്ട് ബ്രാഞ്ച് 1-2 സ്ഥലത്ത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പൊതുവെ കുറവാണ്. 1-2 IITകളിലേ അതുള്ളൂ. പിന്നെ അതാണ് ECE കൊടുക്കാം. പിന്നെ ഇലക്ട്രിക്കൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് അത് 4 ഇയർ ഉണ്ടാവും. BTech MTech ഉണ്ടാകാം, 5 ഇയർ ഉണ്ടാകാം, ഡ്യുവൽ ഡിഗ്രി ഉണ്ടാകാം. അതിൻ്റെ ഏത് പ്രോഗ്രാം 4 ഇയറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പോൾ അത് ആണ് അടുത്ത്. അപ്പോൾ ഇതുകൊണ്ട് സർക്യൂട്ട് ബ്രാഞ്ച് ഏകദേശം ഫില്ലായി. പിന്നെ ഉടനെ തന്നെ നമുക്ക് മെക്കാനിക്കൽ, പിന്നെ ഇതിനിടയ്ക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇക്കണോമിക്സ്. വളരെ കുറച്ച് IITകളിലേ ഉള്ളൂ. പക്ഷേ ഈ IITകളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ പ്ലേസ്മെൻറ്റും ഫിൻടെക്കിലേക്കൊക്കെയാണ്. അങ്ങനെയുള്ള ഫിൻടെക് കമ്പനികളിലേക്കാണ് പ്ലേസ്മെൻറ്റ് കൂടുതലുണ്ടാകുന്നത്. ഫിനാൻസ് സെക്ടറിലേക്ക് നല്ലപോലെ ഇൻടേക്ക് നടക്കുന്നുണ്ട്. ഇനി അത് തന്നെയല്ല, ഒരു IIM ആഗ്രഹിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് നല്ലൊരു സബ്ജക്റ്റാണ്. ഒരു 4 ഇയർ BS എക്കണോമിക്സ് ചെയ്തിട്ട് അബ്രോഡ് പോകാനും IIM ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ എക്കണോമിക്സ് നല്ലൊരു സബ്ജക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്കലിൻ്റെ തന്നെ നമുക്കറിയാം 4 ഇയർ 5 ഇയർ പലതും ഉണ്ടാവും. കമ്പ്യൂട്ടേഷനിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പരിഗണിക്കാം. മെക്കാനിക്കലിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെ അടുത്ത കോർ കെമിക്കൽ പ്ലേസ് ചെയ്യാം. IITകളിലെ കെമിക്കൽ കമ്പാരിറ്റീവ്ലി നല്ലതാണ്. നമുക്ക് സാധ്യതകളുണ്ട്. കാരണം കെമിക്കലിന് ഒത്തിരി സബ്ജക്റ്റുകൾ പറയാം. പറഞ്ഞു കേട്ടിട്ടുള്ളത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഡിസിപ്ലിനറി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. കാരണം പെട്രോളിയം ഉണ്ട്, അതുപോലെ നമുക്ക് പോളിമർ പറയാം, ഗ്ലാസിലേക്ക് പോകാം, സിറാമിക്സിലേക്ക് പോകാം, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലേക്ക് പോകാം. ഒരുപാട് മേഖലകളിലേക്ക് ഡൈവേഷൻസ്, മാക്സിമം ഓപ്ഷൻസ് അവിടെ നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു തീരുമാനം വേണേൽ അവിടെ എടുക്കാം. കെമിക്കൽ കഴിഞ്ഞിട്ട് മതിയാവും സിവിൽ. നമ്മളൊരു സാധാ കോളേജിലെ സിവിലും IITയിലെ സിവിലുമായിട്ട് കമ്പയർ ചെയ്യല്. IITയിലെ ഏറ്റവും നല്ല ഒരു ബ്രാഞ്ചാണ് സിവിൽ. ഇലക്ട്രിക്കൽ പോലെ തന്നെ, കമ്പ്യൂട്ടറൊക്കെ പിന്നെ വന്നാണ്. ഇലക്ട്രിക്കൽ നമുക്കറിയാം. അതെ, വളരെ നല്ലൊരു ബ്രാഞ്ചാണ് IITകളെ സംബന്ധിച്ച് ഉള്ളൊരു ബ്രാഞ്ചാണ് സിവിൽ. അപ്പോൾ അവിടെ സിവിൽ പരിഗണിക്കാം. പിന്നെ എയറോസ്പേസ് കുറച്ച് IITകളേ ഉള്ളൂ. അതുകൊണ്ട് മദ്രാസിലും മുംബൈയിലും പിന്നെ കാൺപൂരും ഖരഗ്പൂരും അത്ര IITകളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മറ്റ് മെക്കാനിക്കലിൻ്റെ സബ്സെറ്റുകൾ ഒരുപാടുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്. അതിനകത്ത് മെറ്റീരിയൽ സയൻസും മെറ്റലർജിയും ഭാവിയിൽ നല്ല ഡിമാൻഡിങ് ആണ്. മെറ്റീരിയൽസ് നല്ല ഡിമാൻഡ് വരാവുന്ന ഒരു മേഖലയാണ്. നാനോ മെറ്റീരിയൽസിനൊക്കെ ഡിമാൻഡ് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ മെറ്റീരിയൽ സയൻസും മെറ്റലർജിയും വേണം ഓപ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വരാം. പോളിമർ താഴേക്ക്. പിന്നെ ബയോ റിലേറ്റഡ് ബയോ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോമെഡിക്കൽ ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്. അങ്ങനെ ബയോ റിലേറ്റഡ്. അപ്പോൾ IITകളിൽ ബയോടെക്നോളജി ഒക്കെയാണ്. പിന്നെ നല്ലൊരു ബ്രാഞ്ചുണ്ട് എനർജി എഞ്ചിനീയറിംഗ്, ഫ്യൂച്ചറിസ്റ്റിക് എന്ന് നമുക്ക് പറയാം. വളരെ കുറവ് നമ്പറേ ബിടെക്കുകൾ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം എനർജി എഞ്ചിനീയറിങ് അതുപോലെ ഇപ്പോൾ ഡിമാൻഡിങ് അല്ല, പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാൻ മറ്റൊന്നാണ് എൻവയൺമെൻറ്റൽ. അപ്പം നമുക്ക് ബോംബെ IITയിലുണ്ട് എൻവയൺമെൻറ്റൽ. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ അത് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കത് സെലക്ട് ചെയ്യും. ഇപ്പം ബോംബെയിലൊക്കെ നമുക്കത് കോറാണോ നോൺ കോറാണോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബോംബെയുടെ ടാഗ്ലൈൻ മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബോംബെ ഡൽഹിയൊക്കെ സ്പെഷ്യലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ഇന്ന ബ്രാഞ്ച് എനിക്ക് കിട്ടിയുള്ളൂ. എഞ്ചിനീയറിംഗ് ഫിസിക്സ് മെക്കാനിക്കലിൻ്റെ അതേ കൂടെ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സും വരുന്നതാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒന്നെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് NIT കാലിക്കറ്റ് വേണം, അവിടെ ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്, അങ്ങനെയുള്ളൊരു കാറ്റഗറി തിരഞ്ഞെടുക്കും. സർ, ശരിക്കും ഈ ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഹയർ സ്റ്റഡി ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്നത്. പെട്ടെന്നൊരു ജോലി കിട്ടുമെന്നൊന്നും കരുതില്ല. ജോലി കിട്ടാം, കാരണം ഇലക്ട്രിക്കൽ പ്ലസ് മെക്കാനിക്കൽ ഇതിന് പ്രത്യേകിച്ച് ഇപ്പം ബോംബെ IITയിലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും പ്രത്യേകമായിട്ടില്ല. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ. അപ്പോൾ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ആ 2 ഏരിയയിലേക്ക് IITയിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഒന്നുമില്ല, ഉണ്ടാവും. കൂടുതൽ പേര് അത് ഫോക്കസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഹയർ സ്റ്റഡീസാണ് നമുക്കറിയാം. അവർ കൂടുതൽ അബ്രോഡ് അവർ GRE ഒക്കെ എഴുതി അബ്രോഡ് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിസർച്ച്
മൈൻഡ് സെറ്റുള്ള കുട്ടികളും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ മെക്കാനിക്കലിൻ്റെ റേഞ്ചിൽ തന്നെയാണ് പൊതുവെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇപ്പോൾ കാണുന്നത്. ചില കുട്ടികൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി താഴേക്ക് ഉള്ള ഇപ്പോൾ എല്ലാ IIT ഇല്ല, ഇപ്പം പ്രിൻറ്റിങ് ടെക്നോളജി ഇപ്പം ഡൽഹിയിലുണ്ട്, ടെക്സ്റ്റൈൽ, അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ ധൻബാദിലൊക്കെ ഉള്ളത് പലതുണ്ട് എന്ന് പറഞ്ഞാൽ പെട്രോളിയം റിലേറ്റഡ് ആയിട്ട് വരുന്ന മൈനിങ്, സിറാമിക്, അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളത്. അപ്പോൾ അത് ചില IIT മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചുകളും കൂടെ കൺസിഡർ ചെയ്ത ബ്രാഞ്ചുകളുടെ ഒരു ഓർഡർ നമുക്ക് പറയാം. സാർ, ഇന്നുള്ളൊരു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ അവർക്ക് ഹോം സ്റ്റേറ്റ് കോട്ടയുള്ളതുകൊണ്ട് NIT കാലിക്കറ്റിൽ കിട്ടാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയെ പരിഗണിക്കുകയാണ്, അയാൾക്ക് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളത് NIT കാലിക്കറ്റിലൊരു ആവറേജ് ബ്രാഞ്ച് കിട്ടാം. ഒരു പക്ഷേ മെക്കാനിക്കൽ ആകാം, സിവിൽ ആകാം, കെമിക്കൽ ആകാം, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആകാം. അതേസമയം നമ്മുടെ CET-യിലോ അല്ലെങ്കിൽ TKM-ലോ MA-യിലോ ഒരു കുറച്ചുകൂടെ ബെറ്റർ കോഴ്സുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒരു കമ്പ്യൂട്ടർ സയൻസ് ആകാം, അല്ലെങ്കിൽ EC ആകാം, ഇലക്ട്രിക്കൽ ആകാം. ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, NIT വേഴ്സസ് CET? നല്ലൊരു NIT ആണെങ്കിൽ, ഇപ്പോൾ കാലിക്കറ്റ് നല്ലൊരു NIT ആണ്. അപ്പോൾ ഒരു NIT ആണെങ്കിൽ ഒരു NIT ഓപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കമ്പ്യൂട്ടർ സയൻസ് വേണം എന്നതിൻ്റെ പേരിൽ TKM-ലേക്ക് വരുന്നത് നമ്മൾ ഈ പറയുന്ന പ്ലേസ്മെന്റ്, ഒരു നല്ല പ്ലേസ്മെന്റ്, ഒരു 10 above പ്ലേസ്മെന്റ് നമുക്ക് ഈ CET ഉണ്ടാവുന്നില്ലെന്നല്ല പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നില്ല, എണ്ണം ഒത്തിരി കുറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതൊരു തീരുമാനം അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നല്ലത് ഒരു പക്ഷേ NIT-യിലെ മെക്കാനിക്കൽ എടുത്ത് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ കൊണ്ടൊക്കെ ചിലപ്പം കുട്ടി മറ്റൊരു ഫീൽഡിലേക്കൊക്കെ, ഇപ്പം എപ്പോഴും അത് നമ്മളിപ്പം CS പഠിക്കുമ്പോൾ കിട്ടുന്ന സോഫ്റ്റ്വെയർ സെക്ടറിലേക്കാണ്. ഒരു സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പാക്കേജ് ഉണ്ടാവില്ല. ആ സമയം മെക്കാനിക്കലിൽ കിട്ടുന്ന പ്ലേസ്മെൻറ്റ് ഒരു കോർ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ലെവൽ ഇല്ലെങ്കിൽ പോലും നെക്സ്റ്റ് ലെവലിൽ നല്ല രീതിയിൽ അവന് പ്ലേസ്ഡ് ആവാനും എൻജോയ് ചെയ്ത് ജോലി ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ NIT-യുടെ ഒരു ടാഗുണ്ട്, അത് എന്തുകൊണ്ടും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു പ്രാധാന്യം കിട്ടും. അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒത്തിരി താഴേക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരു കോർ ബ്രാഞ്ച് അല്ലാത്തതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ചൊന്നുകൂടെ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു CS ഒക്കെ CET-യിലൊക്കെ കിട്ടുകയാണെങ്കിൽ, എനിക്കൊട്ടും താല്പര്യമില്ലാത്തൊരു ബ്രാഞ്ചാണ്, ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ച കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നാണ്, അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് തിരിച്ചു വരാം. സാർ, ഇനി അതുപോലെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ ഒരു NIT കാലിക്കറ്റിലെ ഒരു ആവറേജ് കോഴ്സ്, അതേ കോഴ്സ് തന്നെ ഒരു VIT പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ SRM-ഓ മണിപ്പാലോ അതുപോലുള്ളൊരു ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്നു. ഏതായിരിക്കും ബെറ്റർ ഓപ്ഷൻ, NIT വേഴ്സസ് ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആയ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി? എക്സ്പെൻസീവ് ആണ് എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ VIT-യിൽ നമുക്ക് കാറ്റഗറി 1 ഉം 2 അവർ സീറ്റുകളുടെ എണ്ണം വളരെ കുറച്ച് ഈ വർഷം. അതും അലോട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കാറ്റഗറി 1 ഉം 2 നമുക്കറിയാം 2 and 3 2 ലക്ഷം 3 ലക്ഷമാണ്. നമ്മുടെ IIT IIT ഒക്കെ ഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കമ്പയറബിൾ റേഞ്ചിൽ തന്നെ നിന്നാണ്. ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്, പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഉയർന്ന ഒരു ഫീസ് നമ്മൾ കൊടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്കത് അത്ര വർത്താണോ, അപ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ കുഴപ്പമില്ല. അതിന് മുകളിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് അത്രയും ഫീസ് കൊടുത്ത് പോകണോ, അതോ NIT ആകുമ്പോൾ നമുക്കറിയാം 1.3 ആകുന്നുള്ളൂ ഒരു വർഷം, മറ്റേത് 3 വരെയൊക്കെ ഓക്കെ, ഞാൻ അതിൻ്റെ ഇരട്ടി വരെ പറഞ്ഞു. അപ്പോൾ അതിന് മുകളിലേക്ക് പിന്നത്തെ 4 കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ VIT-യിൽ 4 ആണ്. SRM MIT എല്ലാം ഏകദേശം ആ റേഞ്ച് അല്ലെങ്കിൽ അതിന് മുകളിലാണ് വരുന്നത്. അമൃത എല്ലാവരും അതെ അതിന് മുകളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പോകണമെന്നില്ല. പിന്നെ ആഗ്രഹിച്ച ഒരു ബ്രാഞ്ച് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടിയെങ്കിൽ മാത്രം അങ്ങനെ ആലോചിക്കാവുള്ളൂ. സാർ, അതുപോലെ ഈ നമ്മളിപ്പോൾ ഒരു മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി പരിഗണിക്കുമ്പം അവിടുത്തെ ഹയസ്റ്റ് പാക്കേജ് വളരെ കൂടുതലായിരിക്കും, പക്ഷേ ആവറേജ് സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇതേ സാലറി തന്നെയായിരിക്കും അത്ര എക്സ്പെൻസീവ് അല്ലാത്ത ഒരു NIT-യിലോ CET-യിലോ ഒരു ആവറേജ് വിദ്യാർത്ഥി കിട്ടുന്നത്. അങ്ങനെയും കൂടെ ആലോചിക്കുമ്പോൾ അതെ, ആവറേജ് പാക്കേജ് ഒരിക്കലും നോക്കാതിരിക്കും. മീഡിയൻ പാക്കേജ് നോക്കുന്ന ആളെ ഏകദേശം ജെനുവിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആവറേജ് പാക്കേജ് നോക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ഒരു 2-3 പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് അങ്ങോട്ട് കയറും, വളരെ അങ്ങോട്ട് ഉയരും. അപ്പം നമ്മൾ കുട്ടികൾ ഈ ഒരു രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാണും. അപ്പോൾ മീഡിയനും ആവറേജും തമ്മിൽ, മീഡിയൻ ഒരു 10 ലക്ഷമാണെങ്കിൽ ആവറേജ് ചിലപ്പോൾ ഒരു 14 ലക്ഷമോ 15 ലക്ഷമോ കാണിക്കും. അപ്പോൾ മീഡിയം പാക്കേജ് നോക്കുക. ഇപ്പം പൊതുവേ നമുക്കറിയാം പ്ലേസ്മെൻറ്റ് മേഖല അത്ര കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്ര ശോഭനമായ ഒരു രീതിയിലല്ല നടക്കുന്നത്. നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് സർവീസ് ബേസ്ഡ് കമ്പനികൾ ഹയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹയറിങ് ഒത്തിരി ഫ്രീസ് ചെയ്തിട്ടുണ്ട് പല കമ്പനികളും.
അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം ചേഞ്ചസ് AI ഇമ്പാക്റ്റ് വളരെ നന്നായിട്ട് വന്നിരിക്കുന്നു, അജൻറ്റിക് AI എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏകദേശം അവസാനിക്കാറായി എന്നാണ് പറയുന്നത്. ഇനി ഓർഗനോയിഡ് ഇൻ്റലിജൻസിൽ AI മാറി OI എത്തുകയാണെന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ബ്രെയിൻ സെല്ലും കമ്പ്യൂട്ടർ ചിപ്പുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെക്നോളജിയിലേക്ക് നമ്മൾ മാറ്റങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് വേണം ഒരു വാല്യൂ ഫോർ മണിയും കൂടെ നമ്മൾ മനസ്സിൽ വെച്ച് വേണം ഏതൊരു കോഴ്സും തിരഞ്ഞെടുക്കാം. അതെ, നമുക്ക് അടുത്ത ലെവലിൽ ഈ ലെവലിൽ ഇപ്പോൾ നമുക്ക് ഒരു മിനിമം ഫീസിൽ പഠിക്കാൻ നല്ലൊരു സ്ഥാപനം നമുക്ക് കിട്ടും എങ്കിൽ അവിടെ നിന്നുകൊണ്ട് അതായത് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയും പൈസ മുടക്കിയതാണ് എന്നിട്ട് എന്നുള്ളത്. അതും വലിയൊരു ലോണൊക്കെ എടുത്ത്. അപ്പോൾ ഇനി ഹയർ സ്റ്റഡീസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേഖലയിലേക്ക് പോയി ഒരു പ്രോഗ്രാം ചെയ്യാനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ലെവലിൽ പൈസ ഉപയോഗിക്കാനും സാധിക്കും. സാർ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് IITകൾ എടുത്തു, NITകൾ എടുത്തു, GFT എടുത്തു, എല്ലാം BTech പ്രോഗ്രാമുകൾ മാത്രമായിരുന്നു. ഇതുവരെ നമ്മളൊരു ആർക്കിടെക്ചറിന് ഒരു പ്രാധാന്യം ഇതുവരെ കൊടുത്തില്ല. സാർ, ശരിക്കും എവിടെയാണ് BRKൻ്റെ ഏറ്റവും മികച്ച കോളേജുകൾ? എന്തൊക്കെയാണ് ഒരു BRK തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? BRK ഏറ്റവും നല്ലത് IIT റൂർക്കിയാണ്. ഒരു IITയിലേ ഉള്ളൂ? അല്ല, IIT റൂർക്കിയുണ്ട്, ഖരഗ്പൂറുണ്ട്, BHUലുണ്ട്. 3 IITകൾ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് 2 റൂർക്കിയും ഖരഗ്പൂറുമാണ് IITകളിൽ പറയും. അതിനുവേണ്ടി നമുക്ക് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് AAT, അതായത് JEE അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആർക്കിടെക്ചർ താല്പര്യമുള്ളവർ ഉടൻ AATക്ക് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് AAT എഴുതണം. അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നേ ഉള്ളൂ, ക്വാളിഫൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. പക്ഷെ അഡ്മിഷൻ നടക്കുന്നത് JEE അഡ്വാൻസ്ഡ് സ്കോറിൻ്റെ ബേസിൽ. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യം, അത് ഓർക്കണം. JEE അഡ്വാൻസ്ഡ് സ്കോർ വെച്ച് അഡ്മിഷൻ ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, സ്കോർ അഡ്വാൻസ്ഡിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ IITയിലേക്ക് വരും. പിന്നെ ഉള്ളത് NITകളാണ് അടുത്ത ഒരു ലെവൽ എന്ന് പറയും. NITകളും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPAകൾ 3. അപ്പോൾ അതിലേക്ക് നമ്മുടെ JEE മെയിൻ്റെ പേപ്പർ 2 പേപ്പർ 1 2A കാറ്റഗറി എഴുതിയ കുട്ടികൾ അവരുടെ റാങ്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈ ജോസായിൽ പങ്കെടുക്കാം, ഇതിനകത്ത് പങ്കെടുക്കാം, അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ പങ്കെടുക്കാം. അപ്പോൾ അവർ ആർക്കിടെക്ചർ കൊടുക്കുന്നു. അതിനകത്ത് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കാലിക്കട്ട് NIT ആണ്. അതൊരു ഇന്ത്യയിലെ ഒരു പൊസിഷൻ എടുത്താൽ ഇന്ത്യയിലെ നമ്മൾ NITകളുടെ പൊസിഷൻ എടുത്താൽ 1ാമതാണ്. ഒരു മിക്സഡ് പൊസിഷൻ ആണെങ്കിലോ? മിക്സഡ് ആകുമ്പോൾ 3ാമത് വരും. നമ്മുടെ ഖരഗ്പൂറും കഴിഞ്ഞ് വരും 3ാമത്തെ പൊസിഷന് വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. പിന്നെ 3 SPAകളുണ്ട്. അതുപോലെ തന്നെ NIT ട്രിച്ചിയും അത്യാവശ്യം നല്ലതാണ്. റൂർക്കേലയും ഒക്കെ നല്ല NITs ആണ് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ. SPAകൾ ഡൽഹിയുണ്ട്, ഭോപ്പാലുണ്ട്, വിജയവാഡയുണ്ട്. 3 നല്ലതാണ്. അവിടെ ബി പ്ലാനിങ് കോഴ്സുകളും ഉണ്ട് SPAകളിൽ. അപ്പം ബി പ്ലാനിങ്ങിനാണെങ്കിൽ നമുക്ക് പേപ്പർ 2ൻ്റെ 2B കാറ്റഗറി ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാം. ഈ ജോസ് അലോട്ട്മെൻറ്റ് തന്നെ നമുക്ക് ആർക്കിടെക്ചർ ഓപ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ഈ റാങ്കിൻ്റെ പേപ്പർ 2Aയുടെ സ്കോറിൻ്റെ ബേസിൽ. സാർ, ഇപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ബി പ്ലാനിങ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് പല വിദ്യാർത്ഥികളും അതിൻ്റെ ഒരു സാഹചര്യം തിരിച്ചറിയുന്നത്. സാർ, മറ്റു കോളേജുകളോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നും ഇങ്ങനൊരു പ്രോഗ്രാമില്ല. ശരിക്കും എന്താണ് ഈ ബി പ്ലാനിങ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒത്തിരി സീറ്റ് ഉണ്ടോ? ഏകദേശം എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്? ബി പ്ലാനിങ് സീറ്റുകൾ പൊതുവെ കുറവാണ്, പ്രോഗ്രാമുള്ള സ്ഥലങ്ങൾ കുറവാണ്. ഇപ്പോൾ NITസിലാപ്പാടെ നമുക്ക് ഭോപ്പാൽ NITയിലാണ് അത് കാണുന്നത്. പിന്നെയുള്ളത് ഇതിനു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പേരിൽ തന്നെയുണ്ട്, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPAകൾ. അത് ഒന്ന് ഡൽഹിയിലുണ്ട്, പിന്നെ ഭോപ്പാലിലുണ്ട്, വിജയവാഡയിലുണ്ട്. അപ്പോൾ ഇവിടെ 3 അതിൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈ ബി പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു 4 ഇയർ പ്രോഗ്രാമാണ്. BRക്ക് 5 വർഷമാണ്. പക്ഷേ ബി പ്ലാനിങ് 4 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഒരു കൂടുതൽ ഏരിയയുടെ ഒരു പ്ലാനിങ്ങാണ് വരുന്നത്. ഇപ്പോൾ ഒരു ടൗൺഷിപ്പ്, ഇപ്പോൾ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ പ്ലാനിങ്ങിൽ നമുക്കറിയാം ബ്രിഡ്ജസ് വരും, ഡ്രെയിനേജ് സിസ്റ്റം വരും, ഹൗസിംഗ് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടാവും, ഇനി പ്ലേ ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെയുള്ള അതിലെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു സിറ്റി പ്ലാൻ ചെയ്യുന്നു
എന്നുള്ളതാണ്. അതേസമയം ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്, ഒരു ഏരിയ ഒക്കെ മാത്രമാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. സാറേ ഒന്നുകൂടെ ഒരു ക്യൂരിയോസിറ്റി കൂടി ചോദിക്കും, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ്, ബി പ്ലാനിംഗ് ആണോ BRK ആണോ? ആർക്കിടെക്ചറിനാണ്. കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റിയും കരിയർ ഗ്രോത്ത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ലത് ആർക്കിടെക്ചറാണ്. സാർ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജെയ്മെയിൻ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോഴ്സുകൾ മാത്രമാണ്. അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഈ ഒരു സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാർ അഡ്വാൻസ്ഡ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് IIT മാത്രമേ ഉള്ളൂ, BTech മാത്രമേ ഉള്ളൂ, ഏതൊക്കെ അവസരങ്ങളുണ്ട്? അഡ്വാൻസ്ഡ് കഴിഞ്ഞവർക്ക് നമുക്ക് IITs ഇപ്പം ജോസ വഴി കൊടുക്കുന്നു. അതുകൂടാതെ 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ IISc ബാംഗ്ലൂർ, ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു. IISc ബാംഗ്ലൂരിലെ 4 year BTech മാത്സ് ആൻഡ് കമ്പ്യൂട്ടേഷൻ മാത്തമാറ്റിക്സ് MNC എന്ന് പറയും, MNC എന്നറിയപ്പെടുന്ന പ്രോഗ്രാം. അതിനുവേണ്ടി നമ്മൾ IISc ബാംഗ്ലൂരിൻ്റെ സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതും ഈ അഡ്വാൻസ്ഡ് സ്കോർ തന്നെയാണ് വരുന്നത്, ഇതിൻ്റെ ബേസിലാവാം. പിന്നെ നമ്മുടെ IIST തിരുവനന്തപുരം IISTയിൽ നമുക്ക് 3 പ്രോഗ്രാംസാണ് ഉള്ളത്. ഒന്ന് BTech എയറോസ്പേസ്, മറ്റൊന്ന് BTech ഏവിയേഷൻ ഇലക്ട്രോണിക്സ്, ഏവിയോണിക്സ് എന്ന് പറയും, അതും 4 year പ്രോഗ്രാം. പിന്നെ 5 year പ്രോഗ്രാമുണ്ട്, അത് ഇൻ്റഗ്രേറ്റഡ് MTech or MSc ആണ്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ഏതാണോ അതനുസരിച്ച് MTech അല്ലെങ്കിൽ MSc കിട്ടും. അപ്പോൾ ഈ 3 പ്രോഗ്രാമിനും നമ്മൾ IISTയുടെ സൈറ്റിൽ പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ടി വരും. ജോസ് അലോട്ട്മെന്റ് അല്ല, സെപ്പറേറ്റ് ആണ്, സൈറ്റിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഇത് IISTയിൽ കിട്ടും. പിന്നെ ഉള്ളത് IIPA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എനർജി, വിശാഖപട്ടണം. അപ്പോൾ അവിടെ പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. 4 year BTech ഉണ്ട്. അപ്പോൾ അതിന് ഈ സ്കോറിൽ നിന്നാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു സാധ്യതയുള്ളത് RGIPT, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി വരുന്നുണ്ട്. റായ്ബറേലി UPയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയും പെട്രോളിയം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിന് വേണമെങ്കിലും അഡ്വാൻസ്ഡ് വഴിയാണ് അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. ഇതെല്ലാം തന്നെ വ്യത്യസ്തമായ ചാനലുകളാണ്. IISc ബാംഗ്ലൂരിലേക്ക് വരുമ്പം അവിടുത്തെ അഡ്മിഷൻ അഡ്വാൻസ്ഡ് ജോസ് അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴിയാണോ? അല്ലല്ല, ഇതൊന്നും ഞാനിപ്പോൾ സൂചിപ്പിച്ച 4 എണ്ണവും സെപ്പറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഒന്നും ജോസ അലോട്ട്മെന്റ് വഴിയല്ല. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പം ഒരു വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ ഒരു സെക്ഷൻ കൊണ്ട് ജോബി സാർ വളരെയധികം സഹായകരമായിരുന്നു. എന്തൊക്കെയാണ് IITകൾ, എന്തൊക്കെയാണ് NITകൾ, കോഴ്സുകൾ എങ്ങനെ സെലക്ട് ചെയ്യണം, ഏതാണ് നല്ലത്, VIT വേണോ NIT വേണോ, അതോ മറ്റ് ചില ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വേണോ, ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എങ്ങനെ ഇതിനെ വിലയിരുത്തണം, അതായത് ഒരു വിദ്യാർത്ഥി, ഒരു മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ജോബി സാർ പറഞ്ഞു തന്നു. ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. Thank you very much. Brilliant Study Center, India's #1 coaching center for NEET and JEE.